റെയ്ഡ് നടക്കും എന്ന് ബോധമില്ലാത്ത ആളൊന്നുമല്ല പിണറായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും, അത് അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും, റിയാസിന്റെ വീട്ടിൽ നിന്നും, മിനിങ്ങാന്ന് പിണറായി വിജയൻ താമസം മാറ്റിയ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് ഇ ഡി റെയ്ഡ് ചെയ്തതെന്ന് പറയാൻ ഇ ഡിയും പൊട്ടന്മാരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായും റെയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. സെർച്ചിന് പോയി, ഒന്നും കിട്ടിയില്ല. സെർച്ച് എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അതൊരു പ്രൊസീജിയറാണ്. സ്വാഭാവികമായിട്ടും കോടതി ചെന്നപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തോ, സെർച്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടിയോ? ഞാനൊരു കാര്യം, ഇനി ഇവർ പിന്നെ റെയ്ഡ് നടത്തിയ 12ഓളം സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത്. ബാക്കി സ്ഥലങ്ങൾ എനിക്കറിയില്ല. പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ അങ്ങയുടെ കയ്യിലും തെളിവുകളില്ലാത്തത് കൊണ്ട് ഇ ഡിയുടെ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ SFIയുടെ എൻക്വയറി തന്നെ, SFIയുടെ എൻക്വയറി റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 1,72,00,000 രൂപയല്ല ഈ നിമിഷം വരെയും ഏറെക്കുറെ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത് 2,72,100,000 രൂപയാണ്. ഇതാണ് ആ റിപ്പോർട്ട്. 2,72,100,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് വളരെ കൃത്യമായി. അത് 2021 വരെയുള്ള കണക്കാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ നമ്മുടെ ഇൻകം ടാക്സിന്റെ റെയ്ഡിന് ശേഷവും 2020-21 കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല, ഈ പറയുന്ന CMRന്റെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും, അവരുടെ ഒരു ഫിനാൻസ് കമ്പനി ഉണ്ട്, ഒരു PFC കമ്പനി ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടി. ആ കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 56 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇടപെടേണ്ട കാര്യമില്ല, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഈ പണമൊക്കെ ഇത്രയും ദരിദ്രനായ സുതാര്യമായ ജീവിതം നയിക്കുന്ന, കഴിഞ്ഞ 10-60 വർഷക്കാലമായി പിണറായി വിജയന് തുറന്ന പുസ്തകമായ പിണറായി വിജയൻ ഈ പണമൊക്കെ എന്തു ചെയ്തു? ഇതൊക്കെ സഖാക്കൾക്ക് വിതരണം ചെയ്തോ അതോ പാർട്ടിക്ക് തന്നോ? ഈ പണം എന്തു ചെയ്തു എന്നൊക്കെ സഖാവ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നുള്ള ചെറിയ അഭിപ്രായം പങ്കുവെക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി പിണറായി വിജയൻ അങ്ങ് പറഞ്ഞ പോലെ അജയ്യനായ നേതാവാണ്. എത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടക്കി ഭരിക്കുന്ന നേതാവാണ്. 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അന്വേഷണം പുറകിൽ നടക്കുന്നുണ്ട്. ഏതു സമയവും ഒരു റെയ്ഡ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയുടെയോ റെയ്ഡ് പ്രതീക്ഷിക്കാൻ അദ്ദേഹം തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ പ്രതീക്ഷിക്കും. അദ്ദേഹത്തിന് അതിനുള്ള ബോധം ഉണ്ടെന്നല്ല വിചാരിച്ചു.